ഇത് 290. 290 കുറച്ച് കൊടുക്കാം, ചെറിയ പൈസ കച്ചവടത്തില്ലേ. നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് എന്നുള്ളതാണ്. ഒറിജിനൽ കേരള വണ്ടിയാണോ ബഷീർക്ക? ഒറിജിനൽ കേരള വണ്ടി. അലൈവിയില് ഈ സീറ്റ് കവറൊക്കെ ഒന്ന് കാണിച്ചു നോക്കി, അത്രയും ഉണ്ട്, കാണാൻ മാത്രമുണ്ട്. നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങള്. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയായിട്ട് അത്യാവശ്യം റീസ്റ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. LXI ആണ്. എഞ്ചിൻ റൂമൊക്കെ നല്ല പൊളിയാണ്. 60 രൂപക്ക് ഒരു ഒമ്നി. 2012 മോഡല് 3,25,000 കൊടുക്കും. ഡീസൽ വണ്ടി അല്ലേ? 14 ഫുൾ ഓപ്ഷൻ 70 രൂപ ഫുള്ള് ലോണും കിട്ടും. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫിനാൻസ് കിട്ടും. ഫുൾ ഫിനാൻസിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനമാണ്. അതും അത്യാവശ്യം നാളെ 17-18 മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. സിംഗിൾ 20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാന്നുള്ളതാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് നമ്മള് ബഷീർ ഖാന്റെ അടുത്താണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറിയ വിലയിൽ നല്ല അടിപൊളി കാറുകൾ ഉണ്ട് എന്നുള്ളതാണ്. സാധാരണക്കാർക്ക് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് ബിസ്മി യൂസ്ഡ് കാർസ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചെറുകാറുകളുടെ നല്ലൊരു കളക്ഷൻസ്, സ്വിഫ്റ്റ്, അതേപോലെ തന്നെ നമുക്കൊരു ചെറിയ റേഞ്ചിലുള്ള നല്ല ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. 7 സീറ്റർ വാഹനങ്ങൾ, കോളീസ്, അതേപോലെ തന്നെ നമുക്ക് എല്ലാ റേഞ്ചിലും ഓൾട്ടോ 800, അതേപോലെ സാൻഡ്രോകളൊക്കെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ബഷീർ ഖാന്റെ അടുത്താണ്. ബഷീർ ഖാൻ നമുക്ക് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബഷീർ ഖാൻ നമുക്ക് ബിസ്മിക്ക് എങ്ങനെ എത്തിച്ചേരാം? നമുക്ക് മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിന്റെ താന്നൂര് നടുവില് ഓലപ്പിടിക്കും. അത്യാവശ്യം നമുക്ക് നല്ല കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ ബഷീർ ഖാൻ. എല്ലാം നമുക്ക് മാരുതിന്റെ ഒക്കെ അത്യാവശ്യം നല്ല വാഹനങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ടയോട്ട കളക്ഷൻസ് വരുന്നുണ്ട്, ഹോണ്ട, അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നമ്മുടെ ബഷീർ ഖാന്റെ തന്നെ സ്വന്തം ഓൺ ബ്രാൻഡാണ്. ഇതിൽ നമുക്കൊരു സ്പെഷ്യൽ ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇത്തവണ നമുക്ക് ഒരു വിഷുവൊക്കെ ആയതുകൊണ്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് നമുക്ക് തരാൻ പോവാണ്. ഒരു ബ്രാൻഡിന്റെ നെയിം തന്നെ 6+ അല്ലേ? പക്ഷേ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഇതില് അരിപ്പൊടി, മുളകും പൊടി, പിന്നെ അതേമാതിരി തന്നെ വറുത്ത കായ്പൊടി, അങ്ങനെ 10 ഐറ്റം വിഭവങ്ങള് എല്ലാം ഓർഗാനിക് ആയിട്ട് പറ്റ പ്യൂർ ഐറ്റംസ് ആണ്. പിന്നെ ഗോതമ്പ് പൊടി, അങ്ങനെയുള്ള ഒരു 10 ഐറ്റംസ്, ഒരു ഗിഫ്റ്റ്, ഒരു കിറ്റാണ് നമുക്ക് വിഷു കഴിഞ്ഞിട്ടായിട്ട് നമുക്കൊരു കിറ്റാണ് ഇത്തവണ ബിസ്മി യൂസ്ഡ് കാർസിന്റെ വക നമുക്ക് ഉള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, പക്ക ഓർഗാനിക്. അത് നമുക്ക് ഇവരെന്നെ ഓൺ പ്രോഡക്റ്റ് നമുക്ക് എടുക്കണവർക്കും ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമുക്ക് നല്ലൊരു കോസ്റ്റ് വരുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാം ഉള്ള ഒരു 10 ഐറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി കിറ്റാണ് ഇത്തവണ നമുക്ക് ബിസ്മി യൂസ്ഡ് കാർസിന്റെ വകയായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വിഷു ഓഫറായിട്ട് നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ബഷീർ ഖാൻ നല്ലൊരു കിഡ്ലം കോളീസ് ആണല്ലോ നമുക്ക് ഇത്തവണ. അത് പച്ച കോളീസ് അല്ല, സിംഗിൾ ഓണർ വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി വാഹനം. അപ്പൊ ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബഷീർ ഖാൻ സിംഗിൾ ഓൺഷിപ്പ് എന്നുള്ളതാണ്. ഒറിജിനൽ കേരള വണ്ടിയാണോ ബഷീർ ഖാൻ? ഒറിജിനൽ കേരള വണ്ടി. അലൈവിയില് ഈ സീറ്റ് കവറൊക്കെ ഒന്ന് കാണിച്ചു നോക്കി, അത്രയും ഉണ്ട്, കാണാൻ മാത്രമുണ്ട്. നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങള്. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയായിട്ട് അത്യാവശ്യം റീസ്റ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ? പൈസ ചെലവാക്കിയ വണ്ടിയാ. എല്ലാം നല്ല പക്ക നീറ്റാണ്, അടിപൊളി വാഹനം അല്ലെ? ശരിക്കും എങ്ങനെയായിരുന്നു? ടയേഴ്സ് ഒക്കെ എല്ലാം പക്കയാണ് അല്ലെ? 4 ടയറും പുതിയ ടയേഴ്സ് ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഏതായിരുന്നു ബഷീർക്ക് അതിന്റെ മോഡൽ? 2002 മോഡലാണ്. AC പവറിംഗ് മാത്രമേ ഉള്ളൂ. ഇതിന് വെറും 2,26,000 കൊടുക്കും. 2,25,000 അല്ലെ? ഒരു ബെസ്റ്റ് പ്രൈസിനാണ് കോളീസ് വരുന്നത്. പേപ്പർ നമുക്ക് ഏത് വരെ ഉണ്ട് ബഷീർ? 2029 വരെ. 2029 വരെ നമുക്ക് പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ്, പിന്നെ അതേമാതിരി തന്നെ പുതിയ ടാക്സ് റിന്യൂവൽ കഴിഞ്ഞിരിക്കുന്നു. 5 വർഷത്തെ എല്ലാം. അപ്പൊ ഇപ്പൊ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്ത വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അത് നമുക്ക് 2.4 അല്ലേ? 2.4 അത്യാവശ്യം റീസ്റ്റോർ കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു അടിപൊളി വണ്ടി അല്ലേ? ഇത് നമുക്ക് ഓൾട്ടോ, നമുക്ക് എന്നും സാധാരണക്കാരൻ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. പൊതുവെ അത്യാവശ്യം നല്ല മൈലേജും നല്ല കംഫർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ബഷീർക്കത്തെ ഏതായിരുന്നു മോഡല്? 2010 4 പവർ വിൻഡോ അഡീഷണൽ ചെയ്തേക്കണ്. ഓക്കെ. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയില്ല. 2010 പേപ്പർ എങ്ങനെയായിരുന്നു ബഷീർ? 5 വർഷത്തെ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. 5 വർഷത്തെ പേപ്പർ കൂടി നമുക്ക് കിട്ടുന്ന വണ്ടിയാണ് അല്ലെ? ഇപ്പൊ പേപ്പറൊക്കെ ഓൾറെഡി 9ാം മാസം വരെ ഉണ്ട്. പക്ഷെ പുതുക്കി കൊടുക്കും 1,20,000 നമ്മള് പുതിയ 5 വർഷത്തെ പേപ്പറും കൂടി നമുക്ക് എടുത്തു തരുന്നതാണ്. ടാക്സ് എല്ലാം എടുത്തു കൊടുക്കും. അപ്പൊ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ലെ? അടുത്തൊരു ഒമ്നി ആണ് അല്ലെ? ഒമ്നി ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക് ഡീറ്റെയിൽസ്? 2006 മോഡൽ. ഇത് പുതിയ ടാക്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ അടച്ച്. ഇത് 60 രൂപ അല്ലെ? ചെറിയൊരു പൈസക്ക് നമുക്ക് 8 സീറ്റർ ആണ് വരുന്നത് അല്ലെ? നല്ല സുഖമായിട്ട് നമുക്ക് ഒത്തിരി പേർക്ക് യാത്ര ചെയ്യാം.
ഈ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു അടിപൊളി വണ്ടിയാണ്. 60 രൂപയ്ക്ക് ഒരു ഒമ്നി. ഇനി അടുത്തൊരു കിടിലൻ കളറിലൊരു നാനോ വരുന്നുണ്ട്. ബഷീർക്ക് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 12 മോഡല്. ഇത് AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വെറും 50 രൂപ. വെറും 50 രൂപക്ക് നല്ലൊരു നാനോ ആണ്. നമുക്ക് AC വർക്കിംഗ് കാര്യങ്ങള് ഇതിലൊക്കെ നല്ല കിടുവാണ് വണ്ടി. വെറും 50 രൂപക്ക് അല്ലേ? യെസ്, അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടുള്ള ഒരു വാഹനം. ഇതാ നമുക്കൊരു ഫോക്സ് വാഗന്റെ വെൻഡോ. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക? പുതിയ വണ്ടിക്ക് നല്ല വില ഉണ്ട്, 12 ചില വില ഉണ്ട്. ഇപ്പൊ 3,25,000 രൂപ കൊടുക്കും. ഡീസൽ വണ്ടി അല്ലേ ബഷീർക്ക? 2014 മൂന്നാമത്തെ ഓണർ. ഇതിൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? അതും നമുക്ക് ഏകദേശം ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന വാഹനമാണ്. പുതിയ വണ്ടി അലോയ്സ് കാര്യങ്ങള്, റിയർലി AC വെന്റ്, പക്ഷെ എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു വെന്റാണ്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 18-20 മൈലേജും കിട്ടൂല. 3.4 ലക്ഷം ലോൺ നമുക്ക് ചെയ്യാം. 3 ലക്ഷം രൂപ ലോൺ. 3 ലക്ഷം രൂപ നമുക്ക് ലോൺ 25 രൂപ വണ്ടി ഇറക്കാം. അടുത്ത് നമുക്ക് ഷെവർലെന്റെ ഒരു ബീറ്റ്. ഇത് ബഷീർക്ക് ഡീസലാണോ പെട്രോൾ ആണ്? ഡീസലാണ്. 2011 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. എയർ ബാഗ് അടക്കം വരുന്ന വണ്ടിയാണ്. ബാക്കിൽ വൈഫർ. ഇതൊരു 1 ലാക്ക് അല്ലേ? അപ്പൊ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലേ? അതായത് കമ്പനി അലോയ്സ് അടക്കം വരുന്ന വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, കമ്പനി അലോയ്സ്, അത്യാവശ്യം ടയേഴ്സും, അത് ഏകദേശം 24 മൈലേജും കിട്ടുന്ന വണ്ടി അല്ലേ? പക്ഷേ നമ്മൾ ഫൈനൽ റേറ്റ് പറഞ്ഞത് 1 രൂപക്ക് അല്ലേ? അടുത്ത നമ്മൾ A-Star, നല്ല വൃത്തിയുള്ള ഒരു വൈറ്റ് വണ്ടി. 2010 5 വർഷത്തെ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. ഓക്കെ, പുതിയതാക്കി ടാക്സ് ഒക്കെ അടച്ച് എല്ലാം 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ബഷീർക്ക്? 1 ലക്ഷം. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. പുതിയ 5 വർഷത്തെ പേപ്പർ ഒക്കെ എടുത്തിട്ട് എത്ര രൂപ കൊടുക്കാൻ പറ്റും ബഷീർക്ക്? 1.25 നമുക്ക് കൊടുക്കാം. അത് ഇതിന്റെ ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലേ? അടുത്ത സാൻഡ്രോ വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക്? 2006 മോഡല്, ഫുൾ ഓപ്ഷൻ, 70 രൂപ. വെറും 70 രൂപ. അത് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു വണ്ടിയാണ്. 70 രൂപ. ഇതിന്റെ ഒരു ബ്ലാക്ക് ബഷീർക്ക് എങ്ങനെയായിരുന്നു? 2007, ഇതിന് 65 രൂപ. വെറും 65 രൂപ അല്ല? പേപ്പർ ഒക്കെ എങ്ങനെയായിരുന്നു ബഷീർക്ക്? 2027 തീരും. ദെൻ വൈറ്റ് വീണ്ടും ഒരു 60 രൂപ. വെറും 60 രൂപ. ചെറിയ ചെറിയ പൈസക്ക് നമുക്ക് സാൻഡ്രോ 60 രൂപ. വെറും 60 രൂപ അല്ല? ഇത് നമുക്ക് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി വാഹനം. നമ്മള് ഉണ്ടായുടെ ഇയോണ് ഗ്രേ ഫിനിഷിങ് 14 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. ഇത് നമുക്ക് വെറും 1.80 കൊടുക്കും. വെറും 1.80 അല്ലേ? 1.80 ഫുള്ള് ലോണും കിട്ടും. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫിനാൻസ് കിട്ടും. ഫുൾ ഫിനാൻസിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനമാണ്. അതും അത്യാവശ്യം നാളെ 17-18 മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല? അടുത്ത ഒരു 7 സീറ്റർ വാഹനമാണ്. 7 സീറ്റർ 2 അതായത് ഡാറ്റ്സിന്റെ റെഡിഗോ ആണ്. ഇതൊരു സിൽവർ ഫിനിഷിങ്, അത്യാവശ്യം ഒരു 17-16 മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. 18 വരെ കിട്ടും. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക് മോഡല്? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് 2015. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ബഷീർക്ക്? കിലോമീറ്റർ 85,000 കിലോമീറ്റർ. അതും കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന ഒരു ഡാറ്റ്സൺ, അതായത് നിസാന്റെ സെയിം ബ്രാൻഡാണ്. നമ്മൾ എത്ര ചോദിക്കുന്ന ബഷീർക്ക് അതിന്? 2 രൂപ. ഇപ്പൊ 1.90. ഒരു ലോൺ സൗകര്യം ഉണ്ടാവില്ല ഇതിന്? കിട്ടൂല. ലോൺ കിട്ടും. ഞാൻ ഒരു അടിപൊളി ഗ്രേ ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇതും നമുക്ക് ഇവിടുത്തെ വണ്ടി തന്നെയാണ് അല്ലേ? 2 ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ. ഇത് 2.10 അല്ലേ? ഇത് നമുക്ക് 1.5 നമുക്ക് ലോണും ചെയ്യാൻ പറ്റില്ല ബഷീർക്ക്? 1.5 വരെ ചെയ്യാം. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ ഇറക്കാം. 7 സീറ്റർ ആണ്. ഇത് നമുക്ക് എല്ലാവരുടെയും ജനപ്രിയ മോഡലാണ് നമ്മുടെ സ്വിഫ്റ്റ്. അത് ഡീസൽ വണ്ടി. ബഷീർക്ക് അത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 വില കൂടിയ അലൈവീലുണ്ട്, LCD ഉണ്ട്. ഇത് 2.90 ചോദിക്കണത്. കച്ചവടത്തിന് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കുറക്കാം. പക്ഷെ നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഡീസൽ വണ്ടിയാണ്. നമുക്ക് LCD സ്ക്രീന് കാര്യങ്ങൾ. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണല്ലോ ബഷീർക്ക്? അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് സ്പോയിലർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ബഷീർക്ക് ഏതായിരുന്നു മോഡൽ പറഞ്ഞത്? 12. കിലോമീറ്റർ 1.40. എത്ര ചോദിക്കുന്നത് നമ്മള്? ഇത് 2.90. കുറച്ച് കൊടുക്കാം. ചെറിയ പൈസ കച്ചവടത്തില്ലേ? നമുക്ക് കച്ചവടത്തിൽ ഇരിക്കുമ്പോൾ കുറച്ച് കുറക്കാം. അടുത്തൊരു കിഡ്ലം വാഗ്നർ അല്ലേ? നല്ല വൈറ്റില് 2010 5 വർഷത്തെ പേപ്പർ
എടുത്തു കൊടുക്കാം. യെസ്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. അത് നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ ബഷീർ? ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നേ? 180. 180. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് നല്ല പൊളിയാണ്. നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി വരുന്നത്. ബഷീർ നമ്മള് ചോദിച്ചത് എത്രയായിരുന്നു? ഇത് 180. 2010 മോഡല്. ഇത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. LXi ആണ്. നല്ല പൊളിയാണ്. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് 180 കൊടുക്കും. 180 ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് ആണ് വരുന്നത്. അത് നമുക്ക് നല്ല എഞ്ചിനും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. അടുത്തതാണോ ഒരു കേട്ടൺ? 2012 കേട്ടൺ. സെക്കൻഡ് ഓണർഷിപ്പ്. 170. 1.5 വരെ ലോൺ സൗകര്യം ഉണ്ട്. 20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാന്നുള്ളതാണ്. അത്യാവശ്യം നല്ല മൈലേജും നല്ല കംഫർട്ടൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. സോ നമുക്ക് ചെറിയൊരു പൈസക്ക് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം എന്നുള്ളതാണ്. 2012 കേട്ടണ് അത്യാവശ്യം വൃത്തിയുള്ള ഒരു വണ്ടിയില്ല. ദെൻ വീണ്ടും നമുക്കൊരു ഇയോൺ ആണ്. ഇറ പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. വൈറ്റ് ആണ് വരുന്നത്. എങ്ങനെയാണ് ബഷീർക്ക് അതിന്റെ ഡീറ്റെയിൽസ്? 2014 മോഡല്. ഇത് 180. നല്ല LCD ഒക്കെ ഉണ്ട്. LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഓടിയിട്ടില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. നമുക്ക് ലോൺ സൗകര്യം എത്രയൊക്കെ ഉണ്ടാവും? 180 കിട്ടും. ചെറിയൊരു പൈസ ഫുൾ ഫിനാൻസ് കൊടുക്കാം. ഫുൾ ഫിനാൻസിന് നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് വണ്ടി ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ. ഇത് നമുക്കൊരു സെഡാനിലോട്ടാണ് പോകുന്നത്. സിറ്റി ഡോൾഫിന്. 2005 മോഡല്. 5 ടാക്സും അടച്ചിട്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 90,000 രൂപ. വെറും 90,000 രൂപക്ക് ഒരു സിറ്റി ഡോൾഫിന്. അടുത്തൊരു ഫിഗോ ഡീസൽ വണ്ടിയില്ല. 2011 ഒരു 18-20 മൈലേജ് കിട്ടൂല ബഷീർക്ക? 20 കിട്ടും. അഡീഷണൽ അത്യാവശ്യം ഫോഗ് ലാമ്പ് കാര്യങ്ങള്, ടയറ് കാര്യങ്ങളെല്ലാം പക്കയായിട്ടുള്ള വണ്ടിയാണ്. നല്ല ബോഡി വെയിറ്റ് വരുന്ന വണ്ടി. നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങിയ സമയത്ത് സ്വിഫ്റ്റിനോടൊക്കെ കോമ്പീറ്റ് ചെയ്ത് വന്നിരുന്ന ഒരു വാഹനമാണ്. അത് നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയില്ല. ഡീസൽ വണ്ടിയാണ്. പക്ഷേ എത്ര നമ്മൾ ചോദിക്കുന്നത്? 120. അപ്പം AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലെ. 120. ഇത് നമുക്കൊരു ആക്സെന്റ്. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക് ഡീറ്റെയിൽസ്? പെട്രോൾ ആണ്. 2011 അത്യാവശ്യം കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 120. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. വണ്ടി ലോക്കാണ്. പക്ഷെ നല്ല അടിപൊളി അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം അവറേജ് ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അല്ല. പക്ഷേ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 120. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ആക്സെന്റ്. നമുക്ക് ഇൻഡിഗോ CS പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇത് വെറും 60 രൂപ. വെറും 60 രൂപ. ഒരു ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം ഒരു 18-20 നമുക്ക് മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. നല്ല സ്പേഷ്യസും കൂടിയാണ്. അപ്പോൾ നല്ല മൈലേജ് ഉള്ള ഒരു വലിയൊരു വാഹനം. അതും ചെറിയൊരു പൈസക്ക്. ലാസ്റ്റ് പ്രൈസ് ബഷീർക്ക് എത്ര പറഞ്ഞത്? 60. വെറും 60 രൂപക്ക് ഡീസൽ വണ്ടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആക്സെന്റിന്റെ ഇന്റീരിയർ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ആക്സെന്റിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങള് നല്ല പൊളിയാണ്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസസും ആണല്ലേ ബഷീർക്ക? നല്ല ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. നല്ല വണ്ടിയാണ്. ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. അടുത്ത് വീണ്ടും നമുക്കൊരു i20. ഇതെങ്ങനെയാണ്? 12 മോഡല്. ഡീസൽ അല്ലേ വണ്ടി? 18-20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് 180. ഏകദേശം നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 180 ലോൺ കിട്ടും. ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്പേസസും ആണ്. നല്ല മൈലേജും കിട്ടും. അത്യാവശ്യം നല്ല ഇറങ്ങിയ വണ്ടിയാണ്. നമുക്ക് നല്ല മെയിൻ്റനൻസ് കുറവുള്ളൊരു വണ്ടി കൂടിയാണ്. അപ്പോൾ ചെറിയൊരു പൈസക്ക് അത് നമുക്ക് ഫുൾ ഓണിൽ കിട്ടാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി. ഇതിന് അംബാസിഡർ നോക്കുന്നവർക്ക് സ്ലൈഡ് എഞ്ചിൻ അല്ലേ ബഷീർക്ക്? സ്ലൈഡ് എഞ്ചിൻ ആണ്. 5 വർഷത്തെ പേപ്പർ ഒക്കെ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് അടിച്ച് ടാക്സ് അടച്ച് ഇത് 80 രൂപ. വെറും 80 രൂപ കേട്ടോ. ചെറിയൊരു പൈസക്ക് അല്ലേ. ഇത് നമുക്കൊരു 7 സീറ്റർ. അത് നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന 7 സീറ്റർ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ടവേര, ഷെവർലയുടെ ടവേര ആണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടാക്സി പെർപെറ്റിലൊക്കെ കാണുന്ന ഒരു വാഹനമാണ്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. പക്ഷേ എങ്ങനെ? 2007 മോഡല്. 140. അപ്പോൾ ഇതാണ് നമുക്ക് ചെറിയൊരു പൈസക്ക് ഒരു 7 സീറ്റർ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. ഇത് നമുക്ക് മാരുതിയുടെ 7 സീറ്റർ ആണ്. വേഴ്സ അഡീഷണൽ ആയിട്ട് നമുക്ക് കാരിയർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി നമ്പറൊക്കെയാണ്. വെറും 30 KL13. ഇത് 2005 മോഡല്. ഇത് 75 രൂപ. വെറും 75 രൂപക്ക് 7 സീറ്റർ വാങ്ങാം കേട്ടോ. നമ്മളെല്ലാവരും നോക്കുന്ന വണ്ടിയാണ് 800. നമുക്ക് MPFI ആണ്. 2006. ഇത് 60 രൂപ. വെറും 60 രൂപ. വാഗ്നർ ബെസ്റ്റ് ഒരു പ്രൈസിന്. എത്ര? 2007
VXi 90 റുപ്യ. വെറും 90 രൂപയ്ക്ക് അല്ല. ഈ വാഹനങ്ങളാണ് എത്തിയോസ്. ഒന്ന് സെഡാനാണ്, അതേപോലെ നമുക്ക് അതിന്റെ ലിവയും വരുന്നുണ്ട്, ഹാച്ച് ബാഗ്. ഫസ്റ്റ് തന്നെ നമുക്ക് സെഡാന് നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം 20 ഒക്കെ മൈലേജ് കിട്ടുന്ന നല്ല വൃത്തിയുള്ള ഒരു വാഹനം. പക്ഷേ എത്തിയോസിന്റെ 2013 മോഡല് വെറും ഡീസൽ വണ്ടി 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യ അല്ലെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ കിലോമീറ്റർ 120. 120. ഇത് റീവണ്ടിയാണോ കേരള വണ്ടിയാണ്? റിയാണ് അല്ലെ. അത്യാവശ്യം മൈലേജ് കിട്ടും നമുക്ക്. 3 റുപ്യ. 3 റുപ്യ അല്ലെ. ലോൺ ചെയ്യാലോ അല്ലെ. ലോണിന് 2.3 കിട്ടും. അടുത്ത റൗണ്ട് എത്തിയോസ് ലിവ നമ്മള് ഇതും 3 റുപ്യ ലോൺ കിട്ടും. ഇത് നമ്മള് 3.20 ചോദിക്കണത്. 3.20 ചോദിക്കുന്നുണ്ട്. രണ്ടിനും ഒരേ റേറ്റ് ആണ്. അത്യാവശ്യം നല്ല നീറ്റാണ്. നമുക്ക് നല്ല വൃത്തിയുള്ളൊരു വണ്ടി. പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ നമുക്ക് ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു വാഹനമാണ്. 3.20 ഒരു 2.25 നമുക്ക് ലോൺ ചെയ്യാം. 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇതൊക്കെ നോക്കിയെങ്കിൽ നല്ല വൃത്തിയുണ്ട്, അത്യാവശ്യം നല്ല നീറ്റാണ്. AC പോസ്റ്ററിങ്, ഫോർഡോ പവർ വിൻഡോ, GD ആണ്. കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. 3.20 നമ്മൾ ചോദിക്കുന്നത്. ഏകദേശം 2.25 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. കിടിലൻ വാഹനമാണ് നമ്മളെ ഫോർഡ് ഫിഗോ ആസ്പിയർ. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല്. ഈ ഒരു മോഡലിലായിരുന്നു ഫോർഡ് നിർത്തിയ സമയത്ത് ലാസ്റ്റ് വരെ വന്നിരുന്ന ഒരു മോഡൽ. ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് മോഡൽ അല്ലേ. 17-18 രജിസ്ട്രേഷൻ. അത്യാവശ്യം നല്ല മോഡല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല ഗിഡുവാണ്. നല്ല വൃത്തിയുള്ള ഒരു വാഹനം, അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ബഷീർക്ക്? ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല വൃത്തിയുണ്ട്, അത്യാവശ്യം ചെറിയ പൈസ കൊടുക്കാം. 2.25 കൊടുക്കാം. വെറും 2.25 രൂപ അല്ല. ഡീസൽ വണ്ടി ലോണും ചെയ്തൂടെ നമുക്ക്? 1.5 വരെ ലോണും ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മളൊന്ന് ബഷീർ ഖാന്റെ എടുത്തേനു. അപ്പോൾ ബഷീർ ഖാന്റെ സ്പെഷ്യൽ ഓഫർ നമ്മൾ മറക്കണ്ട. ബഷീർ ഖാന്റെ ഓൺ പ്രോഡക്റ്റ് ആയ ഒരു 10 സ്പെഷ്യൽ കിറ്റുകളാണ് നമുക്ക് വിഷു കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ബിസ്മി യൂസർ കാസ്. അപ്പോൾ ഈ ഒരു മാസം 30 വരെ നമുക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആണ്. സോ നമുക്ക് ആരും നിങ്ങളൊരു വാഹനം എടുക്കണമെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ആ ഒരു കിടിലം കിറ്റ് കൊണ്ടുപോകാന്നുള്ളതാണ്. സോ നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട. മലപ്പുറം ജില്ലയിൽ മലപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്നും താനൂർ റൂട്ടിൽ, അതായത് തിരൂര് പരപ്പനങ്ങാടി, അതായത് കാലിക്കറ്റ് നാഷണൽ നമ്മളെ തീരദേശ ഹൈവേയിൽ ഓലപ്പീടിക പൂരപ്പുഴ പാലത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ബിസ്മി യൂസർ കാസ് സ്ഥിതി ചെയ്യുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, മാക്സിമം ഷെയർ ചെയ്യുക. കൂടെ ഡീറ്റെയിൽസുകൾ ബഷീർക്ക് ആയിരുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.